TC ട്യൂഷൻ സെന്ററിന്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇവിടെ എടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ്. ഇതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോ ഏരിയ കാണാനുള്ള ഫോർമുലകളൊക്കെ നമ്മൾ കഴിഞ്ഞ പഠിച്ചിട്ടുണ്ട്. ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് കാണേണ്ടത്. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല B ഇൻറ്റു H എന്ന് വെച്ചാൽ നീളം ഇൻറ്റു വീതി. ഇതാണ് റെക്ടാങ്കിളിന്റെ ഏരിയ, ഒരു ചതുരത്തിന്റെ പരപ്പളവ്. ആ പരപ്പളവ് എന്ന് പറഞ്ഞാൽ B ഇൻറ്റു H ആണ്. ഈ B ഇൻറ്റു H ആണ്. ഇനി ഒരു റെക്ടാങ്കിൾ, ഇവിടെ നമുക്ക് ഫസ്റ്റ് പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു റെക്ടാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ വരണം. ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ വരുന്ന ഒരു റെക്ടാങ്കിൾ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി 4 രീതിയിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരണം എന്ന് പറഞ്ഞാൽ ഈ 12 എന്ന് പറഞ്ഞത് എന്താണ്? B ഇൻറ്റു H. അതാണ് റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിന്റെ B ഇതാണ് B, ഇത് H. അപ്പൊ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ കാണണമെങ്കിൽ B ഇൻറ്റു H ആണ്. ഈ B ഇൻറ്റു H ആണ് 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം B ഇൻറ്റു H. ഈ B ഇൻറ്റു H 12 വരണമെങ്കിൽ ബിക്ക് നമുക്ക് ഏതെങ്കിലും അളവ് കൊടുക്കാം, Hന് ഏത് അളവ് കൊടുത്താലും ഇൻറ്റു ചെയ്യുമ്പോൾ 12 കാണണമെങ്കിൽ 12ന്റെ ഫാക്ടേഴ്സ് എഴുതിയാൽ മതി. ഫാക്ടേഴ്സ് 4 രീതിയിൽ നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഫാക്ടർ നമുക്ക് എല്ലാവരും കണ്ടില്ലേ, 4 ഇൻറ്റു 3 ഇതാണ് 12. പിന്നത്തെ ആണെന്ത്? 6 ഇൻറ്റു 2 12 തന്നെയല്ലേ. പിന്നെ നമുക്ക് 12 കാണാം, 12 ഇൻറ്റു 1. പിന്നെ തന്നിട്ടുണ്ട് 8 ഇൻറ്റു വരുമ്പോ 1.5. ഇങ്ങനെ 4 രീതിയിൽ നിങ്ങൾ ചതുരം വരയ്ക്കണം. എന്ത് ഇൻറ്റു ചെയ്താലും 12 കിട്ടണം. 12ന്റെ ഫാക്ടേഴ്സ് എഴുതാം, ഘടകങ്ങൾ എഴുതാം. എന്താ 12ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇൻറ്റു ചെയ്താൽ 12 കിട്ടും നോക്കാം. അപ്പൊ 12ന്റെ ഇൻറ്റു ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്നല്ലേ, 12നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 12 കിട്ടും. പിന്നെ 1 ഇൻറ്റു 12 ആണ് 12. 2 ഇൻറ്റു 6 12 കിട്ടും. 3 ഇൻറ്റു 4 ആണ് 12. പിന്നെ കിട്ടുന്നത് 8നെയാണ്. 8നെ 1.5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 12. ഈ 4 എണ്ണാണ് നമ്മുടെ ഈ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന 4 ചതുരങ്ങള്. ഇനി അതെങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും? അപ്പൊ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ വരയ്ക്കുന്നത് ഇത് വരയ്ക്കണം. 4 ഇൻറ്റു 3 വരയ്ക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്കെയിൽ എടുക്കുക. എന്നിട്ട് ഇതെന്ത് ചെയ്യണം? 4 സെന്റിമീറ്റർ. എന്നിട്ട് ഒരു ചതുരം വരയ്ക്കണം. എങ്ങനെ ഈ ചതുരം വരയ്ക്കാം? ഇവിടെ നമ്മൾ ചതുരം വരയ്ക്കണമെങ്കിൽ ഇവിടെ ശരിക്കും ഇത് 90 ഡിഗ്രി, ഇവിടെയും 90 ഡിഗ്രി വരയ്ക്കാം. എന്നിട്ട് ഇതും എത്ര സെന്റിമീറ്ററാ? 3 സെന്റിമീറ്റർ. ഈ വരയുമ്പോൾ നമ്മൾ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. എന്നിട്ട് അത് യോജിപ്പിക്കാം. ഇതാണ് 4 ഇൻറ്റു 3 12. കിട്ടിയോ? അപ്പോ ഫസ്റ്റ് ചതുരം നമുക്ക് കിട്ടി. ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? ഇതിന്റെ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. കാരണം 4 ഇൻറ്റു 3 എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പൊ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന ഒരു ചതുരം വരയ്ക്കണമെങ്കിൽ ഒരു വശം 4ഉം ഒരു വശം 3ഉം. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കാനുള്ളത്, നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താണ്? 6 സെന്റിമീറ്ററും 2 സെന്റിമീറ്റർ വരച്ചൂടെ? അപ്പോഴും 12 കിട്ടുള്ളൂ. അപ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. ആദ്യം നിങ്ങൾ എന്താ ചെയ്യാം? ആദ്യം 6 സെന്റിമീറ്റർ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 2 സെന്റിമീറ്ററും ഇവിടെയോ 2 സെന്റിമീറ്റർ അളക്കാം. എന്നിട്ട് ഇതിങ്ങോട്ട് യോജിപ്പിച്ചാൽ ഇതിന്റെയും 6 ഇൻറ്റു 2 എത്ര കിട്ടുന്നത്? 12 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പൊ 2 ചതുരം വരച്ചു. ഏരിയ പരപ്പളവ് 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് വരയ്ക്കണം മൂന്നാമത്തത്. നമ്മൾ വരയ്ക്കണം ഏതാ വരയ്ക്കണം? 12 ഇൻറ്റു 1. അതിനെന്താ ചെയ്യാം? 12 സെന്റിമീറ്റർ അല്ലെ? 12 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കണം. എന്നിട്ട് നിങ്ങൾ ശരിക്കും 12 സെന്റിമീറ്റർ അളന്ന് വരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ 1 സെന്റിമീറ്റർ എങ്കിലും ഇവിടെയും 1 സെന്റിമീറ്റർ വരയ്ക്കാം. 90 ഡിഗ്രി എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് ഇതിങ്ങോട്ട് യോജിപ്പിച്ചാൽ ഇവിടെ 1 ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എത്ര കിട്ടി? 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നാലാമത്തെ ഒരു ചതുരം വരയ്ക്കണം. ഈ നാലാമത്തെ ചതുരം വരയ്ക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു വശം 8 സെന്റിമീറ്റർ,
ഈ വശം 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്ര വന്നത്? ഇവിടെയും 90 എടുക്കാം. ഇത് 1.5, ഇവിടെയും 1.5. എന്നിട്ട് ഇതിങ്ങട് യോജിപ്പിക്കാം. ഇതിന്റെ ഏരിയ കിട്ടുമ്പോ എത്രയാണ്? 12 സെന്റിമീറ്റർ സ്ക്വയർ. എല്ലാവർക്കും കിട്ടിയില്ലേപ്പോ? അപ്പൊ ഫസ്റ്റ് പേജിൽ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. ഏരിയ, പരപ്പളവ് 12. എല്ലാവർക്കും മനസ്സിലായി. ഒരു ചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 12 സെന്റിമീറ്റർ ഏരിയ വരുന്ന ഒരു ചതുരം വരയ്ക്കണം. ഈ ചതുരം വരയ്ക്കാൻ നമ്മൾ പറഞ്ഞു 4 രീതിയിൽ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം. പക്ഷെ 12 സെന്റിമീറ്റർ വന്നാൽ മതി ഏരിയ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കേണ്ടത്, ഇത് എഴുതി വെക്കുക, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, റെക്ടാങ്കിൾ. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ, ഒരു ചതുരത്തിന്റെ, മലയാളം വേണ്ടിക്കാരെ എഴുതാം, ചതുരത്തിന്റെ പരപ്പളവ്. ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഇൻറ്റു എച്ച്. ഈ ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരണം? 12. അപ്പൊ നമ്മൾ 12ന്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കി. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ 12ന്റെ ഫാക്ടേഴ്സ് എഴുതി നോക്കി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഇത് ഓരോന്നും വെച്ച് ചതുരം വരയ്ക്കാം. ആദ്യത്തെ നമ്മൾ വരച്ചു 4ഉം 3ഉം. വരച്ചില്ലേ? എല്ലാവരും നാളെ നോട്ട്ബുക്കിലേക്ക് ശരിക്കും വരച്ച് കാണിക്കണം. വെറുതെ റഫ് ഫിഗർ അല്ല. 4 സെന്റിമീറ്റർ വശം എടുക്കുക, എന്നിട്ട് 3 സെന്റിമീറ്റർ 90 ഡിഗ്രി വരച്ച് ശരിക്ക് 4ഉം 3ഉം ഇതൊരു ചതുരം, റെക്ടാങ്കിൾ വരയ്ക്കാം. ഇവിടെ 6 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ഉള്ള റെക്ടാങ്കിൾ വരയ്ക്കാം. 12 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും വീതിയും വരുന്ന ഒരു ചതുരം വരയ്ക്കാം. പിന്നത്തെ 8 സെന്റിമീറ്ററും 1.5 സെന്റിമീറ്റർ വീതിയുള്ള വേറൊരു ചതുരം. അപ്പൊ ഈ 4 ചതുരം വരയ്ക്കാൻ എല്ലാവർക്കും കിട്ടി. നമുക്കൊരു ഏരിയ തന്നിട്ട് ആ ഏരിയ വരുന്ന ചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ ഇഷ്ടമുള്ള അളവിൽ നമുക്ക് വരയ്ക്കാം. ഇവിടെ അതിന്റെ ഫാക്ടേഴ്സ് എത്രയുണ്ടോ അത്രയും നമുക്ക് വരയ്ക്കാം. ഇവിടെ 4 രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റി. എല്ലാവർക്കും ഇത് മനസ്സിലായി. ഇനി അടുത്ത പേജിൽ നമുക്ക് തന്നിരിക്കുന്നതാണ് ട്രയാങ്കിൾ ആണ്. ഇപ്പൊ നമ്മൾ വരച്ചത് എന്താണ്? റെക്ടാങ്കിൾ ആണ് കേട്ടോ. ഈ റെക്ടാങ്കിൾ അല്ല ഈ പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഇവിടെ അടുത്തത്, നേരത്തെ നമ്മള് റെക്ടാങ്കിൾ ആയിരുന്നു, പക്ഷെ ഇനി വരയ്ക്കാൻ പോകുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല? ബി ഇൻറ്റു എച്ച് ആണോ? ഇതെന്തിന്റെ? റെക്ടാങ്കിളിന്റെ ആണ്. ട്രയാങ്കിളിന്റെ നമുക്ക് വരുന്നത് ഹാഫ് ബി ഇൻറ്റു എച്ച്. ഇതാണ് വരുന്നത്. അപ്പൊ ഇനി നമ്മളോട് എത്ര പടം വരയ്ക്കാം നോക്ക്. ആദ്യമായിട്ട് നമ്മളോട് പറയേണ്ടത്, വി വാണ്ട് ടു ഡു എ ട്രയാങ്കിൾ ഓഫ് ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ. എത്ര വേണ്ടത്? നേരത്തെ വരച്ച പോലെ തന്നെ 12 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ. അത് എത്ര രീതിയിൽ വരയ്ക്കാൻ പറ്റും നമുക്ക് നോക്കാം. 12 സെന്റിമീറ്റർ സ്ക്വയർ വരുന്ന ഏരിയ വരുന്ന പരപ്പളവ് വരുന്ന ഒരു ത്രികോണം. അപ്പൊ നമ്മൾ വീണ്ടും ഫാക്ടേഴ്സ് ചെയ്യണം. ഹാഫ് ബി ഇൻറ്റു എച്ച് ഇതല്ലേ? ഹാഫ് ബി ഇൻറ്റു എച്ച് ആണ് 12. പിന്നെയല്ലേ ഈ ഹാഫ് ബി ഇൻറ്റു എച്ച് 12 ആയി കഴിഞ്ഞാൽ ബി ഇൻറ്റു എച്ച് എത്രയാവണം? ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ 12 ഇൻറ്റു 1/2 അങ്ങോട്ട് പോകുമ്പോ എന്താവും? 2/1 അല്ലേ? അപ്പൊ 12 ഇൻറ്റു 2 എത്രയാ? 24/1 എന്ന് പറഞ്ഞാൽ 24 വരണം. 24ന്റെ പ്രോഡക്ട്സ് നമുക്കൊക്കെ എഴുതാം. 24ന്റെ ഗുണനങ്ങൾ ഏതൊക്കെയാണ്? 24ന്റെ ഗുണനങ്ങൾ നമുക്ക് എഴുതാം. 6 ഇൻറ്റു 4 എത്ര കിട്ടും? 24 കിട്ടില്ലേ? ഇനി 3ന്റെ കൂടി 3ന് 8 ഇൻറ്റു 3 എത്രയാ? 24. പിന്നെ വരുന്നതാണ് 4. 4 ഇൻറ്റു 6 ഇൻറ്റു 4 24 വരും. അതുപോലെ തന്നെ 4 ഇൻറ്റു 6 ചെയ്താലും 24. അപ്പൊ ഈ ത്രികോണം നമുക്ക് 3 രീതിയിൽ വരയ്ക്കാം. ഇവിടെ 3 എണ്ണം നമുക്ക് 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ഉയരവുമായിട്ട് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6 സെന്റിമീറ്റർ ഒരു വശവും ഉയരം 4 സെന്റിമീറ്ററുമുള്ള ഒരു ത്രികോണം. 2 രീതി 3 രീതിയിൽ നമുക്ക് വരയ്ക്കാം. അപ്പൊ എങ്ങനെയാ വരയ്ക്കാൻ നോക്കാം. എങ്ങനെയാ വരയ്ക്കാത്? 6 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററുമുള്ള ഒരു ഇത് വരച്ചാൽ മതി അല്ലെ? ബി ഇൻറ്റു എച്ച് 24 വരണം.
അല്ലെ? ഹാഫ് ബി ഇൻറ്റു എച്ച് 12 വരണമെങ്കിൽ ഹാഫ് ബി ഇൻറ്റു എച്ച് ഉയരത്തിനും ഇതിനും കൂടി ഇൻറ്റു ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 6ഉം 4ഉം വന്നാൽ ഒരു ത്രികോണം വരയ്ക്കാം. 6ഉം 4ഉം വന്നാൽ എങ്ങനെയാ വരാം? ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 4 എത്രയാ വരുന്നത് നോക്കിയേ? 12 കിട്ടുന്നില്ലേ? അപ്പൊ ഒരു വശം 6ഉം ഒരു വശം 6ഉം എച്ച് എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ എച്ച് എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് കേട്ടോ. ഇതാണ് എച്ച് അല്ലെ? ഇതാണ് ബി. ഹാഫ് ബി ഇൻറ്റു എച്ച്. അപ്പൊ ബി 6. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം? 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ ഒരു വശം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊരു പെർപെൻഡിക്കുലർ ലൈൻ ഏത് പോയിന്റിൽ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾ പ്രൊട്രാക്ടർ വെക്കാം. എന്നിട്ട് ശരിക്ക് 90 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കാം. അതല്ലേ നടുക്ക് വേണമെങ്കിൽ നടുക്ക് വെക്കാം. എവിടെ വെച്ച് വരച്ചാലും ഇത് എത്രയാണ്? എന്നിട്ട് ആ വരയുള്ള 4 സെന്റിമീറ്റർ. എങ്ങനെ വരയ്ക്കുന്നത് മനസ്സിലായോ? ആദ്യം 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കാം. എന്നിട്ട് ഈ വരയില് എവിടെ വേണമെങ്കിലും നിങ്ങൾ പ്രൊട്രാക്ട് വെക്കാം. അതിന്റെ ശരിക്കും ഇപ്പൊ ഇവിടെയാണ് നമ്മള് ഇങ്ങനെ പ്രൊട്രാക്ട് വെക്കണമെങ്കിൽ 90 ഡിഗ്രിയുടെ. ഇനി ഇങ്ങനെ നീക്കി വെക്കണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ വരച്ചാലും നമുക്ക് ആൾട്ടിറ്റ്യൂഡ് കിട്ടും, ഉന്നതി കിട്ടും, ഹൈറ്റ് കിട്ടും. ഈ ഹൈറ്റ് പറഞ്ഞ ഈ വരയമേ അടയാളപ്പെടുത്താം. എത്ര? 4 സെന്റിമീറ്റർ. എന്നിട്ട് ഈ വശത്തിന്റെ നീളം എത്രയായാലും നമുക്ക് കുഴപ്പമില്ല. ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? ഹാഫ് ബി 6 ഇൻറ്റു എച്ച് 4. അപ്പൊ എത്ര കിട്ടും? 12 കിട്ടും. മനസ്സിലായോ? എല്ലാവരും ഈ പടം ആദ്യം വരയ്ക്കാം. നേരത്തെ നമ്മൾ റെക്ടാങ്കിളിന്റെ 4 എണ്ണം വരച്ചു. റെക്ടാങ്കിൾസ് ചതുരങ്ങൾ 4 വരച്ചില്ലേ? അത് ശരിക്കും എല്ലാവരും നോട്ട്ബുക്കിൽ വരച്ചിട്ടുണ്ടാവും അളവെടുത്ത്. ഇനി ട്രയാങ്കിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രയാങ്കിളിന്റെ ബേസ് 6 സെന്റിമീറ്ററും ഹൈറ്റ് 4 സെന്റിമീറ്ററുമുള്ള ഇത് വരയ്ക്കണം. ഇനി അടുത്തത് നമുക്ക് വരയ്ക്കാം 6 ഇൻറ്റു 4. ഇവിടെ 4 ഇത് വന്നപ്പോ നമ്മൾ 6 എടുത്തു. അപ്പോൾ നമുക്ക് 12 കിട്ടി. ഇനി അടുത്തത് 4 സെന്റിമീറ്റർ ഒരു വര വരയ്ക്കാം. എന്നിട്ട് ഇതുമുഴും അതുപോലെ തന്നെ പ്രൊട്രാക്ട് വെക്കാം. എവിടെ പ്രൊട്രാക്ട് വെച്ചാലും ഇങ്ങോട്ട് വെച്ചാലും ഇങ്ങോട്ട് നീങ്ങുന്നുള്ളൂ, അങ്ങോട്ട് വെച്ചാൽ അവിടേക്ക് നീങ്ങും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത് വെക്കാം. പക്ഷെ നേരെ പ്രൊട്രാക്ട് വെച്ചിട്ട് ശരിക്ക് 90 ഡിഗ്രി കൊണ്ട് അടയാളപ്പെടുത്താം. ഈ 90 ഡിഗ്രി ശരിക്കും വരക്കില്ലേ? അത് മേലെ എത്ര സെന്റിമീറ്റർ ആവാൻ നിൽക്കണം? ഇത് 6 സെന്റിമീറ്റർ ഉണ്ടാവണം. എന്നിട്ട് ഇതില് യോജിപ്പിക്കാം. കിട്ടിയോ? അപ്പൊ നമുക്ക് കിട്ടും എന്താണ്? ഹാഫ്. ഇതെങ്ങനെ വരാം? ഹാഫ് 4 ഇൻറ്റു 6. അപ്പോഴും നമുക്ക് കിട്ടും ഇതിന്റെ ഏരിയ എത്ര കിട്ടി? 12 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി 8 വെച്ചിട്ട് അടുത്ത് വരച്ചിരിക്കുന്നു. കണ്ടോ? 8 സെന്റിമീറ്റർ വെച്ചിട്ടും ഇതുപോലെ 3 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. 8ഉം 3ഉം അതുപോലെ ഞാൻ വരച്ചാൽ മതി. 8 സെന്റിമീറ്റർ വെച്ച് വരുന്ന സമയത്ത് താഴെ നിങ്ങൾ എന്ത് ചെയ്യണം? 8 സെന്റിമീറ്റർ അല്ലെ? 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ഇതിന്റെ ഈ അറ്റത്ത് വേണമെങ്കിൽ വരയ്ക്കാം, ഈ അറ്റത്ത് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ നടുക്ക് വരയ്ക്കാം. എവിടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. എന്ത്? ആൾട്ടിറ്റ്യൂഡ് അല്ലെ? ഇപ്പൊ നമ്മൾ ഇതിന് കുറച്ചാ നീക്കിയ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഇത് എന്ന് വെച്ചാൽ പ്രൊട്രാക്ടർ നിങ്ങൾ ഇവിടെ വെക്കും. അപ്പൊ ഇത് ശരിക്ക് 90 ഡിഗ്രിയിൽ ഇത് വരയ്ക്കാം. എന്നിട്ട് ഇതുമ്പോ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ വശം ഇങ്ങോട്ടും ഈ വശം ഇങ്ങോട്ടും യോജിപ്പിക്കാം. അപ്പൊ നമുക്ക് കിട്ടും എന്താണ്? ത്രികോണങ്ങൾ. എങ്ങനത്തെ ത്രികോണം? 12 സെന്റിമീറ്റർ ഏരിയ വരുന്ന 3 തരത്തിൽ നമ്മൾ ത്രികോണം വരച്ചു അല്ലെ? വേണമെങ്കിൽ ഒരു രീതിയിൽ കൂടി വരയ്ക്കാം. ഇതുപോലെ തന്നെ ഇത് 2 രീതിയിൽ വരച്ചില്ലേ? 4ഉം 6ഉം വെച്ച് വരച്ചു, 6ഉം 4ഉം വെച്ച് വരച്ചു. അതുപോലെ തന്നെ 8ഉം 3ഉം നമുക്ക് വരച്ചൂടെ? എങ്ങനെ വരയ്ക്കാൻ പറ്റാം? 3 സെന്റിമീറ്റർ എടുക്കാം. എന്നിട്ട് അതുമ്പോൾ നമ്മൾ ഒരു ശരിക്കും 90 ഡിഗ്രി വരയ്ക്കാം. എപ്പോഴും നിങ്ങൾ അളന്ന് 90 ഡിഗ്രി അളന്നിട്ട് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് അളക്കുക. ഇത് എത്ര സെന്റിമീറ്റർ ഉണ്ടാവണം? 8 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് കിട്ടും 8 സെന്റിമീറ്റർ കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് 8 ആണ്, ബി 3 ആണ്, എച്ച് 8 ആണ്. അപ്പൊ ഹാഫ് ബി ഇൻറ്റു എച്ച് 12 കിട്ടിയോ? 4 രീതിയിൽ നമ്മൾ ത്രികോണങ്ങൾ വരയ്ക്കാനായിട്ട് പഠിച്ചു. 4 രീതിയിൽ ഒരു ഏരിയയിൽ തന്നെ. ഇനി ഇത് കുറെ വരയ്ക്കാട്ടോ. ഇത് 8ഉം 3ഉം തന്നെയായിട്ട് കുറച്ച് അങ്ങോട്ട് നീക്കി ഇപ്പുറത്തേക്ക് നീക്കി ഇങ്ങനെ ഷേപ്പുകൾ പല രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും.
അടുത്തത് നമ്മുടെ തിയറിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. തിയറി എല്ലാവരും എഴുതാം. പേജ് നമ്പർ 9 തിയറിയാണ്. അപ്പോ ഇത് മാറ്റാം. അടുത്തത് അപ്പൊ നമ്മൾ ഇത്ര നേരം പഠിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന് റെക്ടാങ്കിൾസ് വരയ്ക്കാൻ കിട്ടിയില്ല എല്ലാവർക്കും. ഒരു ഏരിയ തന്നിട്ട് ഏരിയ എത്ര അവരൊരു ഫിക്സഡ് നമ്പർ തരും. എന്നിട്ട് നമ്മളോട് അതിലത്തെ റെക്ടാങ്കിൾസ് വരയ്ക്കാൻ പഠിച്ചു. B×H ആ നമ്പർ എഴുതിയാൽ മതി. എല്ലാവർക്കും മനസ്സിലായോ? റെക്ടാങ്കിൾസ് നാളെ വരച്ചിട്ടുണ്ടാവണം. അടുത്തത് ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറയുമ്പോ ത്രികോണം എത്ര രീതിയിൽ നമ്മളിവിടെ പഠിച്ചു. അതിന്റെ ഫാക്ടേഴ്സ് ഇതുപോലെ തന്നെ എഴുതി. എത്രയാണ്? 6ഉം 4ഉം ഉണ്ട്. അപ്പൊ 6×4 24 8×3 24. അത് വെച്ച് 4 6ഉം 4ഉം ഇവിടെ വരച്ചു. ഇവിടെ ബേസ് 4ആയിട്ട് H 6ആയിട്ട് വരച്ചു. കിട്ടിയില്ലേ? അപ്പൊ 6 B വെച്ചു, H 4 വെച്ച് വരയ്ക്കാൻ പഠിച്ചു. അതേപോലെ B 4 ആയാൽ H 6. പിന്നെന്താണ്? ബേസ് 8 ആയാൽ H എത്രയാ? 3. ബേസ് 3 ആയാൽ H 8 ആണ്. കിട്ടിയ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഇത്